ഇനി സിന്ധു ചേച്ചി വല്ല കൂടോത്രം ചെയ്തായിരിക്കും. എന്തിന്? അല്ല, സിന്ധു ചേച്ചിക്ക് നമ്മുടെ നല്ല സ്നേഹമാണല്ലോ. എടാ, കൂടോത്രം ചെയ്യാനാണെങ്കിലും അവൾ ഇങ്ങനെ വന്ന് മുടിയൊക്കെ മുറിച്ച് കളയുവോ? നിങ്ങളുടെ മുടിക്ക് കുറച്ച് നീളമുണ്ടെന്നെങ്കിലും പറയാം. 2 ഇഞ്ച് നീളമുള്ള എന്റെ മുടി എന്തിനാ വെച്ച് ചാത്ത മുറിക്കുന്നത്? അച്ഛനേതായാലും രാകേഷ് റോസിന്റെ അടുത്ത് പോയിരിക്കല്ലേ, വരട്ടെ, അപ്പൊ നമുക്ക് കാര്യം അറിയാം. എന്നാൽ ആരായിരിക്കും നമ്മുടെ മുടി മുറിക്കുന്നത്? എടാ, അതാടാ ഞാനും ആലോചിക്കുന്നേ. വീട്ടിൽ കയറി വന്ന് തലമുടി മുറിക്കാന്നൊക്കെ പറഞ്ഞ സംതിങ് ഫിഷി. അച്ഛൻ വന്നോടി. അച്ഛൻ വന്നോ? അച്ഛമ്മ എന്തി? അച്ഛമ്മ അവിടെ പേടിച്ച് ഒരു മൂലക്കിരിപ്പുണ്ട്. എടാ, അച്ഛമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞടാ. അച്ഛമ്മ പറഞ്ഞേ ഇതെല്ലാം ഗന്ധർവന്റെ കളിയായിരിക്കും. സത്യോടി എടി, ഞാൻ ഇന്നലെ കിടന്നപ്പോഴേ ഒരു പാലപൂത്ത മണം കിട്ടി. പാലപൂത്ത മണം എപ്പോഴായിരിക്കും? ഒരു 1:30 2:45 ഇടയ്ക്ക് വെച്ചിട്ട് ആ സമയത്ത് തന്നെയാണോ അച്ഛമ്മയുടെ മുടി പിടിച്ചു വെച്ചത്? എന്റെ അമ്മേ, എടി ഇനി ഗന്ധർവനും കുട്ടിച്ചാത്തനും എല്ലാം കൂടെ ഒരുമിച്ച് വന്നോടി. എന്ത് ചെയ്യുമാ? ഏതായാലും അച്ഛനൊന്ന് വരട്ടെ. പിള്ളേരൊന്നും അധികം പുറത്തൊന്നും ഇറക്കണ്ട കേട്ടോ. കണ്ണൻ എന്തിയടി? അത് ശിവേട്ടൻ്റെ കൂടെ അപ്പുറത്തിരിപ്പുണ്ട്. ഒന്ന് പോയി നോക്കടി അവിടെ തന്നെ ഉണ്ടോന്നാ. ഒറ്റയ്ക്ക് പോണ്ട, നീ ഗന്ധർവം പിടിച്ച് കടിക്കും. ഒന്ന് പറയാം എടി. എന്തൊക്കെയാണോ ഒഴുകി വരും. നീ എന്തിനാ ഇങ്ങനെ കാറിയത്? എനിക്ക് പേടിയാവൂലേ? നീ ഒന്ന് പാട്ട് പാടാതെ അവിടെ ഇരിക്കാവോ? മര്യാദയ്ക്ക് മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നീ എന്താണ് ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ വരുന്നേ അമ്മ, ഞാൻ ഗന്ധർവനൊന്നും അല്ല, ഞാൻ സുമേഷമ്മ. മക്കളെ ഉച്ചയിലെ മുടി വെട്ടിട്ട് നീ അറിഞ്ഞില്ലേ? ആര് പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തലയിലെ മുടി വെട്ടി എന്താണ്ട് പൊങ്ങിയിരിക്കണം. നോക്ക്, ഇത് കണ്ടാണ് ചെറുക്കൻ്റെ ഉച്ചയിലെ മുടി വെട്ടിക്കൊണ്ട് പോയത് ആരോ. ഇതെങ്ങനെ പോയി? അതെങ്ങനെ ഈ ചെറുക്കൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന്? തിരിഞ്ഞു നോക്കിയില്ലെന്നോ? എന്ത് പറ്റിയതാ? അതെ, ഞാൻ അവിടെ കളർ വരച്ചോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ എന്റെ ബാക്കിൽ ആരോ മുടി പിടിച്ച് വലിച്ച പോലെ എനിക്ക് തോന്നി. അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കണ്ടാ കൊച്ചിറക്കാ, നീ എന്തോന്ന് കാണിച്ചത്? അപ്പൊ തന്നെ കാണാൻ പറ്റില്ലായിരുന്നാ? അവന് തോന്നിന്ന് പറഞ്ഞില്ലേ ശിവേട്ട? അവൻ എങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും? ഞാൻ പേടിച്ചു പോയി കാണും. പിന്നെ പേടിച്ചു അവന്. ഒരു കാര്യം ചെയ്, കണ്ണനെ അപ്പുറത്തെ അച്ഛമ്മയുടെ അടുക്കലോട്ട് പൊക്കോ, അമ്മൂമ്മയുടെ അടുക്കലോട്ട് പൊക്കോ. സൂക്ഷിച്ചു പോണേ. എന്താ സംഭവം മനസ്സിലാവണല്ലോ. ശിവേട്ട, ഇത് മറ്റേതാ. മറ്റേതോ? ചാത്തൻ. പോടി വിടുന്ന അങ്ങോട്ട്. ശിവേട്ട കൊണ്ട് കളഞ്ഞില്ലേ ചാത്തനെ? അത് തിരിച്ചു വന്നതാന്നാ തോന്നുന്നു. ആ എടി, അത് കൊണ്ട് വിട്ടില്ലേ, കളഞ്ഞ് അവിടെ കൊണ്ട് വെച്ചില്ലേ, പിന്നെ നീ എന്തോന്ന്? പക്ഷെ അതിന് ഇഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്നതായിരിക്കും. ആരെ ഇഷ്ടപ്പെട്ടിട്ട്? നിങ്ങളെ. എന്നെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വീട്ടിലെ എല്ലാവരുടെയും മുടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ മാത്രം പോകുന്നില്ല. എന്താ? ചാത്തന് നിങ്ങളെ ഭയങ്കര ഇഷ്ടം. ഇത് വല്ലാത്ത കഷ്ടത്തിനല്ല. എന്നെ ഇട്ടോ? ഞാൻ കൊണ്ട് കളഞ്ഞിട്ടാ? അതിപ്പോ എനിക്ക് എങ്ങനെയാ അറിയുന്നത് എന്റെ ശിവേട്ട? ഞാൻ ഒരു കാര്യം പറയാം. ശിവേട്ടൻ ഇനി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയി ഒന്നും ഇരിക്കരുത്. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴേ ചില ഒറ്റപ്പെട്ടതാവണത്. എങ്ങനെയാണെങ്കിലും പോയി ഇരിക്കരുത്. നിങ്ങളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചാത്തൻ ഇങ്ങനെ വന്ന് നിങ്ങളെ ഹോട്ടലിലൂടെ തൂക്കി എടുത്തോണ്ട് പോകും. ഇവിടെ കൊണ്ട് എന്തിനാ പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ചില്ല, ഒരു കാര്യം പറയേ. നീ പറമ്പിൽ കിടന്ന് കുറെ വെള്ളം മുടി കിട്ടി. അത് അച്ഛന്റെ മുടിയായിരിക്കും. അച്ഛന്റെ മുടിയായിരിക്കും. അച്ഛൻ പറമ്പിൽ കളക്കാൻ അങ്ങനെ പോയപ്പോ പൊഴിഞ്ഞു പോയതായിരിക്കും. പൂവിന് മുടിയില്ലല്ലേ? അത് ശരിയാ. എന്നാ അച്ഛമ്മയുടെ മുടിയായിരിക്കും. ഇവിടെ പറമ്പില്. ഓ, മാമ എവിടെ പോണ്? ഞാൻ പോരെ. അയ്യോ, ഒറ്റയ്ക്ക് പോവല്ലേ? മനുഷ്യ പേടിപ്പിക്കാൻ. അയ്യാ, ഒറ്റയ്ക്ക് പോവല്ലേ? എനിക്കറിയാം, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ വല്യളിയും കൂടെ വിളിച്ചോണ്ട് പോയിക്കോളാം. കണ്ട, പേടിയില്ലാത്ത മനുഷ്യൻ. ഞാൻ ഇങ്ങനെ പേടിപ്പിച്ച ആണാലും പേടിക്കോടി. ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മളെങ്ങനെ അറിയുന്നത്? ചാത്തന് മറ്റേ ഇത് കോവിഡ് ബാക്കിലൊന്ന് ഇങ്ങനെ ചുമക്ക്. തമാശ. നീ ഇരി, ചോദിക്കട്ടെ. വെള്ളമുടി എങ്ങനത്തെ മുടി? വെള്ളമുടി. എത്ര നീളമുണ്ടത്? ചെറുണ്ട്. സുഖ വന്നെ. മാമ എന്തിനാ പേടിച്ചു പോയാ? മാമ എന്തിനാ പേടിച്ചത് മാമനോട് ചോദിക്കണം. നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പേടില്ല. അപ്പൊ ഇങ്ങനെ കാണിച്ച് അത് ഞാൻ ജോറൂന്ന് പറഞ്ഞതാ. മുടിയൊക്കെ നോക്ക് കേട്ടോ. എനിക്ക് നിന്നെ നല്ല സംശയമാണ്. എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. നമ്മളല്ല, ഇവിടെ വേറെ ചിലരൊക്കെ തന്നെയാ. ഞാനും അല്ല, ഇവിടെ വേറെ ചിലരൊക്കെ തന്നെയാ. എന്നാ നമുക്ക് കണ്ടുപിടിക്കാം.
നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? കണ്ണിൽ നോക്കി അറിയാൻ പറ്റുമെന്നാ പറയണം. എന്നാ കണ്ണി നോക്കിയോ. കണ്ണടച്ച നീ കള്ളൻ, നീ കണ്ണടച്ച ഞാൻ നീ കള്ളി. അല്ല നീ തന്നെ. അതെങ്ങനെയാ? അതെ. പിന്നെ അടഞ്ഞില്ല. അയ്യോ അടഞ്ഞു അങ്ങനെ അടഞ്ഞു. ഇപ്പൊ വീണ്ടും അങ്ങനെ അടഞ്ഞു. അടഞ്ഞു. 3-4 പ്രാവശ്യം അയ്യോ കള്ളം ഞാൻ കള്ളനൊന്നുമല്ല. 4 പ്രാവശ്യം അടഞ്ഞു. ഞാൻ കണ്ട്. ഞാൻ കളയൊന്നും പറഞ്ഞില്ല. നീ തന്നെ. നീ തന്നെ. അയ്യോ നിന്റെ മുടി ഒറ്റ എണ്ണം പോയിട്ടില്ല. നീ മക്കൾ ആകെ പ്രശ്നോടെ. എന്താ ചേച്ചാ? ഈ വീട്ടിലെ ഒരു യമണ്ട ദുഷ്ടശക്തി കടന്നു കൂടിയിട്ടുണ്ടെന്നാ പറഞ്ഞ. ചാത്തനാന്നറിഞ്ഞോ? ആ ചാത്തനാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. അതിന് പ്രശ്നം വെച്ച് നോക്കണം. എന്നിട്ട് അച്ഛൻ എന്ത് തീരുമാനിച്ചു? പ്രശ്നം വെച്ച് നോക്കാൻ തന്നെ തീരുമാനിച്ചു. 3 ദിവസത്തിനുള്ളിൽ ജോത്സ്യർ ഇവിടെ എത്തും. ആണോ? അല്ല ഈ പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണെന്ന് അറിയാൻ പറ്റൂ. എടാ മക്കളെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ദുഷ്ടശക്തിയാണ് ഇവിടെ കടന്നുകൂടിയെന്ന് അറിഞ്ഞാലേ ഉച്ചാരണം ചെയ്ത് പുറത്താക്കാൻ പറ്റൂ. അല്ല ഈ ദുഷ്ടശക്തികളെ ഇനിയും മുടി മുറിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഉച്ചാരണം ചെയ്താൽ പോരെ? എടാ ഇപ്പൊ മുടിയേ പോയുള്ളൂ, ഇനി വേറെന്തെങ്കിലും സംഭവിക്കില്ലെന്ന് ആര് കണ്ടു? അല്ല ഈ ദുഷ്ടശക്തികൾക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുത്തൂടെ? എടാ നിനക്ക് ഈ ദുഷ്ടശക്തികൾ എന്ന് പറയുമ്പോ എന്താണ് ഇത്ര സിമ്പതി? അത് അവന്റെ വർഗ്ഗമല്ലേ അച്ഛാ, അപ്പൊ അതുണ്ടാവും. അതെ, നീ ആ പിള്ളേരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. അല്ല ഈ രാകേഷ് ജോത്സ്യന് ഉച്ചാരണമൊക്കെ അറിയാൻ പറ്റൂ. അല്ല രാകേഷ് ഉത്സവമില്ല, പക്ഷെ വേറൊരു മന്ത്രവാദിയെ കൊണ്ട് വരും. അതെ നീ പിള്ളേരെയൊക്കെ ഒന്ന് നോക്ക് കേട്ടോ. അപ്പൊ എന്നെ ആര് നോക്കും? പിന്നെ ഇത് പിടി. എനിക്കില്ലേ തൊപ്പി? എന്തിനാ തൊപ്പി? തൊപ്പി എന്തിനാ? അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് നമുക്ക് വാങ്ങിച്ചു തന്നെ അല്ലേ? എടാ അതൊന്നുമല്ല, മഞ്ഞുകൊള്ളായിരിക്കും. ഉച്ചാരണം കഴിയുന്നത് വരെ നമ്മുടെ തലമുടി പുറത്ത് കാണിക്കാൻ പാടില്ല എന്നാണ് ജോത്സ്യർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഞാനതെ ബാക്കിയുള്ളവർ കൂടെ കൊടുക്കട്ടെ. അല്ല അച്ഛൻ എന്തിനാ തൊപ്പിട്ടുണ്ട് പോയത്? അച്ഛൻ എന്തിനാ തൊപ്പിട്ടുണ്ട് പോയത്? അച്ഛന് ടെൻഷൻ കാരണം പേടിയുണ്ടായിരിക്കും, അത് കാരണം മുടിയില്ലെന്ന് ഓർത്ത് കാണത്തില്ല. എന്റെ തൊപ്പി കൊള്ളാല്ലേ സുമേ? കൊള്ളാം ഫസ്റ്റ് ആയിട്ടുണ്ട്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നിനക്ക് ശരിക്കും ദുഷ്ടശക്തിയുമായിട്ട് ആത്മബന്ധമുണ്ടോ? എടി ഞാൻ പേടിച്ചിട്ടാണ്. പേടിച്ചിട്ടോ? പേടിച്ചിട്ട് അങ്ങനെ പേടിച്ചിട്ട് ആണ് ഉച്ചാരണം നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ നീ ഉച്ചാരണം നടത്തണമെന്നല്ലേ പറയണ്ടേ? എനിക്ക് പേടിയായോണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ പറഞ്ഞു വിടണ്ടേ? ഇവിടെ തന്നെ ജീവിക്കട്ടാ. പിന്നെ അത് ഇവിടെ തന്നെ ജീവിക്കട്ടാ. അങ്ങനെ നീ ചുമ്മാ നീ വെറുതെ നീ തൊപ്പിട്ടോണ്ടൊന്നും കാര്യമില്ല സുമേ. പണ്ട് എന്നെ അമ്മ പറഞ്ഞു പറ്റിച്ചതാ, പുതപ്പിന്റെ അടിയിൽ എന്നാ പ്രേതം വരുന്നത്. നീട്ടും ഒറ്റക്കൊന്നും ഇരിക്കണ്ട കേട്ടോ.